ഹലോ ഗൈസ്, ഞാനിന്ന് ചാലക്കുടി മലക്കപ്പാറ റൂട്ടിലാണ്. ഞങ്ങൾ യാത്ര തുടരവേ തൊട്ടു മുന്നിൽ ഒരു ആന എന്ന് പറഞ്ഞാൽ അതീവ ശക്തിമാൻ. ഞങ്ങള് നേരെ മുന്നോട്ട് വരികയാണ്. ഞങ്ങളുടെ വാഹനം നിർത്തേണ്ടി വന്നു ഗൈസ്. അതിനനുസരിച്ച് ഞങ്ങൾ പിന്നിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. ആന വിടുന്നുണ്ടോ, അവൻ മുന്നോട്ട് തന്നെ യാത്ര. ഞങ്ങൾ കുറെ ഒന്ന് ഭയന്നെങ്കിലും ഞങ്ങളൊന്നും നോക്കിയില്ല. കുറച്ചു നേരം വാഹന പരിചയമുള്ള ഒരാൾ അവിടെ ഉണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ കുറച്ച് വാഹനം പിറകോട്ടിലേക്ക് മാറ്റി. അപ്പോൾ അതിനനുസരിച്ച് അവൻ മുന്നോട്ട് വന്നുകൊണ്ടിരുന്നു. കുറച്ചു ദൂരമായപ്പോഴേക്കും അവൻ ചെറു വഴിയിലൂടെ ഒരു സൈഡിലേക്ക് പോകുന്നുണ്ടായിരുന്നു. അവിടെ കുറെ പുല്ലുകളും അതുപോലെ തന്നെ മുളക്കൂട്ടങ്ങളും ഉണ്ടായിരുന്നു. അവിടെയുള്ള ആ ഭക്ഷണങ്ങളെല്ലാം അവൻ ഭക്ഷിച്ചുകൊണ്ട് പോകുന്നുണ്ടായിരുന്നു. ഒരു മലക്കപ്പാറ റോഡിൽ നല്ലൊരു കാടായിരുന്നു. ഇരുവശത്തുമായി നല്ല മരങ്ങളും തണുപ്പും ഉണ്ടായിരുന്നു. അതികാലത്തായിരുന്നു ഞങ്ങളുടെ യാത്ര. ആ യാത്രാ മധ്യേ വളരെ പ്രകൃതി രമണീയമായ പല സ്ഥലങ്ങളും അതിരപ്പള്ളി വാഴച്ചാൽ എന്നറിയപ്പെടുന്ന ചാലക്കുടിയുടെ സുന്ദരിയെ കാണാമായിരുന്നു. ആ ഭംഗിയിലൂടെ ദൃശ്യങ്ങളെ ഞങ്ങൾ കണ്ടുകൊണ്ട് മുന്നോട്ട് പോകുന്നേരം ഇരുവശത്തുമായി പലതരത്തിലുള്ള മൃഗങ്ങൾ ഞങ്ങൾ കാണുകയുണ്ടായി. ആനകളും അതുപോലെ തന്നെ കാട്ടുപോത്തുകളും മലയണ്ണാനും മാനുകളും, അങ്ങനെ വളരെ മനോഹരമായ എല്ലാ കാഴ്ചകളും കണ്ട് മുന്നോട്ട് പോവുകയും അങ്ങനെ ഞങ്ങൾ പോകുന്നത് ഒരു ഡാമിനെ കേന്ദ്രീകരിച്ചായിരുന്നു. ആ ഡാം എന്ന് പറയുമ്പോൾ ഒരു ഊരിലുള്ള ഒരു ഡാമായിരുന്നു, പെരിങ്ങൽകുത്ത് ഡാം എന്ന് പറഞ്ഞു. ആ ഡാം വളരെ മനോഹരമായ ഒരു സ്ഥലം തന്നെയായിരുന്നു. ആ ഡാമിൻ്റെ അവിടെ ഒരുപാട് ആദിവാസി സുഹൃത്തുക്കൾ അവിടെ താമസിക്കുന്നുണ്ടായിരുന്നു. ആ ഭാഗങ്ങളിലെല്ലാം തന്നെ മത്സ്യം ആ ഡാമിൽ നിന്ന് ശേഖരിക്കുന്ന ഒരു ചങ്ങാടം തന്നെ അവിടെ ഉണ്ടായിരുന്നു. ഞങ്ങൾ പോകുന്ന നേരം വളരെ ഭംഗിയായ ഒരു സ്ഥലം തന്നെയാണ്. അവിടെ കുറച്ച് നാളുകൾക്ക് മുമ്പ് തൃശ്ശൂരിൻ്റെ MP അവിടെ വന്നു പോയിട്ടുണ്ടായിരുന്നു. അവിടെയുള്ള ബുദ്ധിമുട്ടുകൾ മനസ്സിലാക്കി അവർക്ക് അക്കരെ പോകാൻ വേണ്ടി അവർക്കൊരു ചങ്ങാടത്തിന് പകരമായി ഒരു തോണി വാങ്ങിച്ചു കൊടുക്കുന്നത്, വഞ്ചി വാങ്ങിച്ചു കൊടുക്കുന്നുണ്ടായിരുന്നു അവിടെ. ഞങ്ങൾ പോകുമ്പോൾ വഞ്ചി അവിടെ വെള്ളത്തിൽ കിടക്കുന്നുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ കുറച്ചു നേരം ആ ചങ്ങാടത്തിലേക്ക് കയറിയിരുന്നു ഗൈസ്. അവിടെ നിന്ന് ചങ്ങാടം ഞങ്ങൾക്ക് തുഴയാനൊന്നും അറിയില്ലെങ്കിലും ആ ചങ്ങാടത്തിൽ ഞങ്ങൾ കുറച്ചു ദൂരം അങ്ങോട്ടും ഇങ്ങോട്ടും തുഴഞ്ഞു. ചുറ്റും വളരെ മനോഹരമായ സ്ഥലം തന്നെയായിരുന്നു ഗൈസ്. എന്താ പറയുക, ഒരു നല്ല ഭംഗി. ആ ഭംഗി ഞങ്ങൾ ആസ്വദിച്ചുകൊണ്ട് മുന്നോട്ടിങ്ങനെ പോകുമ്പോൾ പ്രകൃതി രമണീയമായ ആ സ്ഥലത്തിലൂടെ ചാലക്കുടി പുഴ നിറഞ്ഞൊഴുകുന്നുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ അതിലൂടെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ വീണ്ടും അവനെ ഇടയ്ക്ക് കാണും ആന. അവൻ വെള്ളം കുടിക്കാനും മറ്റുമായി ആനക്കൂട്ടങ്ങൾ ഒരുപാട് പേരുണ്ട്. ആ ആനക്കൂട്ടങ്ങളെ ഓരോന്നോരോന്ന് ഞങ്ങളങ്ങനെ ഷൂട്ട് ചെയ്യുന്ന ഒരു സാഹചര്യവും ഉണ്ടായി. കാരണം അവിടെയുള്ള മരങ്ങളെല്ലാം അവൻ കുത്തി മലർത്തിയിട്ടിട്ടുണ്ടായിരുന്നു ഇതിന് തൊട്ട് മുമ്പ് വരെ. അപ്പോൾ ഞങ്ങൾ ഈ ഭംഗി കാണാൻ വേണ്ടി ഞങ്ങൾ ദൂരെ നിന്ന് പോയി ഈ പുഴയിലേക്ക്. ആ പുഴയിൽ നല്ല മനോഹരമായ വെള്ളം, അതുപോലെ തന്നെ അവിടെ തന്നെ നോക്കി കഴിഞ്ഞാൽ അതിരപ്പള്ളിയുടെ ദൃശ്യം നമുക്ക് മനസ്സിലും അത് മൂടിയെത്തും. ആ വെള്ളച്ചാട്ടം എന്ത് ഭംഗിയാണെന്നോ ആ വെള്ളം. അപ്പോൾ ദൂരെ നിന്ന് ഒരുപാട് ഷൂട്ടിങ്ങുകളെല്ലാം എടുത്തിട്ടുള്ള സ്ഥലങ്ങളാണ്. അപ്പോൾ അങ്ങനെ അത്രയും നല്ല ഭംഗിയിലൂടെ ആ കാട്ടിലൂടെ പോകുമ്പോൾ അപ്പോഴും ഗെയ്സ് ഒരു ഭാഗത്തായി ആ കൊമ്പൻ നിലയുറപ്പിക്കുന്നുണ്ട്. ഞങ്ങളെ ആക്രമിക്കാനൊന്നുമല്ല കേട്ടോ. ഞങ്ങൾ പക്ഷേ അത് നോക്കുമ്പോൾ വളരെ ഭംഗി. അവൻ എന്താ പറയുക, ശാന്തമായി തന്നെ വെള്ളത്തിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നുണ്ടായിരുന്നു. അതെല്ലാം കണ്ടുകൊണ്ടുള്ള യാത്ര. വളരെ മനോഹരമായ കാടുകൾ, ഇരുഭാഗത്തും നന്നേ ശാന്തമായ അന്തരീക്ഷം. ആ കാടുകളിലൂടെ നടക്കുമ്പോൾ പ്രകൃതി ഭംഗിയെ നമ്മൾ തൊട്ടുരുമി തന്നെയാണ് നമ്മൾ പോകേണ്ടിയിരിക്കുന്നത്. നല്ല ഒരു സ്ഥലം, നിങ്ങളെല്ലാം പോവേണ്ടതാണ്. ആരും പോയിട്ടില്ലാത്തവർ ഉണ്ടെങ്കിൽ വീണ്ടും നിങ്ങൾ അവിടെ ചാലക്കുടി മലക്കപ്പാറ റോഡിലൂടെ വരണം.
നല്ല ഭംഗിയുള്ള സ്ഥലം തന്നെയാണ്. അങ്ങനെ വരുന്ന വഴിക്ക് ഈ പറയുന്ന പെരിങ്ങൽകുത്ത് ഡാമെല്ലാം നിങ്ങൾ സന്ദർശിക്കണം. ചാലക്കുടിയും അതിരപ്പള്ളിയും വാഴച്ചാല് ഇതെല്ലാം കണ്ട് വരുമ്പോൾ തന്നെ ഈ പെരിങ്ങൽകുത്ത് ഡാമും കൂടി നിങ്ങൾ സന്ദർശിക്കുകയും അതോടൊപ്പം ഈ ഡാമിൻ്റെ മനോഹാരിതയും കൂടി നിങ്ങൾ കാണാം. ആവുമ്പഴി നമ്മുടെ ഈ ഭംഗി നമ്മൾക്ക് മനസ്സിലും മായാതെ എന്ന് നിൽക്കുകയുള്ളൂ ഗെയ്സ്. അപ്പോൾ നിങ്ങളേവരും ഇനി അടുത്ത ട്രിപ്പ് പ്ലാൻ ചെയ്യുമ്പോൾ ഇവിടേക്ക് ശരിക്കും നിങ്ങളൊന്ന് വരണം, വരാതിരിക്കരുത്. അപ്പോൾ നമുക്ക് ആനക്കുട്ടനും നമ്മളും ഇങ്ങനെയായി കൂടുതൽ വിശേഷങ്ങളും മറ്റുള്ള കാര്യങ്ങളൊക്കെ ആയി ഇനിയും അടുത്ത വീഡിയോകളിലെല്ലാം നമ്മൾ വരുന്നതാണ്. നിങ്ങളുടെ എല്ലാം സപ്പോർട്ടുകൾ വേണം. അങ്ങനെ വേറൊരു സ്ഥലവുമായി നമ്മൾ അടുത്ത ഒരു വീഡിയോയിൽ വരും. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ടുകളും സബ്സ്ക്രൈബുകളൊക്കെ ചെയ്ത് ഞങ്ങളെ മുന്നോട്ട് പോകാനുള്ള ഒരു പ്രചോദനം ഉണ്ടാകണം. അപ്പോൾ ഗെയ്സ് ഞാൻ വൈൻഡപ്പ് ചെയ്യണം. അപ്പോൾ ഇനി ആരും മറക്കാതെ നിങ്ങൾ വരുമ്പോൾ ചാലക്കുടിയിൽ വരുമ്പോൾ മലക്കപ്പാറ റൂട്ടിലൂടെ വരണം. ആ വരുമ്പോൾ നല്ല അതിരാവിലെ വന്നാൽ വളരെ ഉപകാരമായി. അപ്പോൾ ഓക്കെ ഗെയ്സ്, അപ്പോൾ ഞാൻ നിർത്തുന്നു. ബൈ.